ഹായ് എവരിവൺ. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സെറ്റ് പരീക്ഷയുടെ ഡേറ്റ് ഇന്നലെ LBS സെന്ററിന്റെ സൈറ്റിൽ ഔദ്യോഗികമായിട്ട് വന്നിരിക്കുകയാണ്. 2024 ജൂലൈ 28 ഞായറാഴ്ചയാണ് സെറ്റ് പരീക്ഷ. സെറ്റ് പരീക്ഷയ്ക്ക് ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പഠിക്കുവാനും റിവിഷൻ ചെയ്യുവാനും ആകെ മുൻപിലുള്ളത് 115 ദിവസങ്ങൾ മാത്രമാണ്. ഈ 115 ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ നമ്മുടെ സിലബസ് മുഴുവനായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും, ഒപ്പം തന്നെ 2 ഘട്ടങ്ങളിലായിട്ട് റിവിഷൻ നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തില് കൃത്യമായിട്ട് സിലബസ് പഠിക്കുകയും 2 വട്ടം റിവിഷൻ ചെയ്തുകൊണ്ട് എങ്ങനെ സെറ്റ് പരീക്ഷയുടെ ജനറൽ പേപ്പർ നമുക്ക് മറികടക്കാനായിട്ട് പറ്റും, ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നതിനുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ടീം ഐപ്ലസ് ഇന്ന് നിങ്ങളോടൊപ്പം എത്തുന്നത്. കൂടുതലായിട്ട് വിശദീകരണങ്ങളൊന്നും പറയുന്നില്ല, ആ സ്റ്റഡി പ്ലാനിലേക്ക് നമുക്ക് കടക്കാം. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, സെറ്റ് പരീക്ഷ. ഹയർ സെക്കൻഡറി തലത്തിലെ അധ്യാപകരാകാനായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ കടക്കേണ്ടുന്ന ഒരു കടമ്പ തന്നെയാണ് സെറ്റ് പരീക്ഷ എന്നുള്ളത്. ആർ യു റെഡി ഫോർ ദി എക്സാം? നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറാണോ? ഒരു പരീക്ഷയ്ക്ക് തയ്യാറാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഏതൊക്കെ തലത്തിൽ നമ്മൾ പറയണം, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടത്, കൃത്യമായിട്ട് ആലോചിക്കുക തന്നെ വേണം. അപ്പൊ സെറ്റ് പോലെ കൃത്യമായിട്ട് സിലബസ് തന്നിട്ടുള്ള 2 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന പരീക്ഷ. ആദ്യം ഒരു ദിവസത്തിലെ ആദ്യത്തെ ഘട്ടത്തിൽ എന്ത് നടക്കും? സെറ്റിന്റെ ജനറൽ പേപ്പറിന്റെ പരീക്ഷ നടക്കും. അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഓരോരുത്തരുടെയും ഐച്ഛിക വിഷയം സബ്ജക്ട് ഏതാണോ അതിലും പരീക്ഷ നടത്തും. ഇത് രണ്ടും പാസ്സായാൽ മാത്രമാണ് സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അത്തരത്തില് ഈ ജൂലൈയിൽ നടക്കുന്ന സെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കേണ്ടുന്ന വിധമാണ് അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സെറ്റ് എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ തലയിൽ കൈയും വെച്ചിട്ട് അയ്യോ എവിടെ നിന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആണ് എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ആ കൺഫ്യൂഷൻ പൂർണ്ണമായി ഒഴിവാക്കാം. എങ്ങനെ ഒഴിവാക്കണം? പരീക്ഷ എന്താണ് എന്നതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് എങ്കിൽ ഈ കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. സെറ്റ് പരീക്ഷ ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറും ഉണ്ടായിരിക്കും. രണ്ടും ഇൻഡിവിജ്വൽ ആയി തന്നെ നമ്മൾ പാസ്സാകേണ്ടതുണ്ട്. ഒരു ക്രൈറ്റീരിയ ബേസ്ഡ് ടെസ്റ്റ് ആണ് സെറ്റ് പരീക്ഷ എന്നുള്ളത്. OMR ബബ്ലിംഗ് ആണ് വരുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ല. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു ദിവസം 2 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. രാവിലെ ജനറൽ പേപ്പറും ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഐച്ഛിക വിഷയം ഏതാണോ സബ്ജക്ട് ഏതാണോ അതിലും പരീക്ഷ നടക്കും. 2 പരീക്ഷകളും 2 മണിക്കൂർ വീതമാണ് സമയം. ജനറൽ പേപ്പറിനാണെങ്കിലും സബ്ജക്ട് പേപ്പറിനാണെങ്കിലും 2 മണിക്കൂർ 120 മിനിറ്റ് ആണ് സമയം. അതായത് ഒരു ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മുടെ മുൻപിലുള്ളത് 1 മിനിറ്റ് മാത്രമാണ്. ആ 1 മിനിറ്റിന്റെ ഉള്ളില് പ്രോപ്പർ ആയിട്ട് ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ പഠനവും റിവിഷനും പ്രോപ്പർ ആയിട്ട് നമ്മുടെ കഴിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ 1 മിനിറ്റിന്റെ ഉള്ളിൽ ശരിയായിട്ടുള്ള ഉത്തരം ABCD എന്നീ ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് എന്ന് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ സെറ്റ് എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ പല കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചറെ സബ്ജക്ട് ഞങ്ങൾക്ക് എളുപ്പമാണ്, എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാരണം ഡിഗ്രി PG ടൈമിലൊക്കെ നമ്മൾ പഠിച്ചു വരുന്ന നമുക്കറിയാവുന്ന നമ്മുടെ ഇഷ്ടപ്പെട്ട വിഷയമാണല്ലോ നമ്മുടെ സബ്ജക്ട്. പക്ഷെ ജനറൽ പേപ്പർ കുറച്ച് കീറാമുട്ടിയാണ് ടീച്ചറെ, പല സ്റ്റുഡൻസും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ട് ജനറൽ പേപ്പർ ഒരു ബുദ്ധിമുട്ടായി തീരുന്നു? പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ നടക്കാത്തത് കൊണ്ടാണ്. പഠനം എന്നല്ല ഞാൻ പറഞ്ഞത്, റിവിഷൻ നടക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ചിലപ്പോൾ സിലബസിലൂടെ കടന്നു പോകുന്നുണ്ടാവും, നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, പക്ഷെ പഠിച്ച കാര്യം റിവൈസ് ചെയ്യുന്നില്ല, റിവിഷൻ അവിടെ നടക്കുന്നില്ല. അപ്പൊ പഠനത്തോടൊപ്പം തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് റിവിഷൻ എന്നുള്ളത്. അപ്പൊ പഠനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്താണ് സിലബസ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊരു മത്സര പരീക്ഷകൾക്ക് നമ്മൾ മുന്നൊരുക്കങ്ങൾ നടക്കുമ്പോഴും ആദ്യം ചെയ്യേണ്ടത് എന്താണ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്, എന്താണ് സിലബസ് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നമ്മുടെ സെറ്റ് എക്സാമിന്റെ ജനറൽ പേപ്പർ 1 എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം. കേരള സെറ്റ് പരീക്ഷയുടെ ജനറൽ പേപ്പറിന്റെ സിലബസിന് ഒരു ടൈറ്റിൽ ഉണ്ട്. എന്താണ് ആ ടൈറ്റിൽ അറിയോ? ഒന്ന് ഓർത്ത് നോക്കിയേ. സിലബസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ടൈറ്റിൽ ഒന്നും ആരും നോക്കിയിട്ടുണ്ടാവില്ല അല്ലെ? എന്താണ് ആ ടൈറ്റിൽ? എത്ര യൂണിറ്റുകളാണ് സെറ്റ് പരീക്ഷയുടെ ജനറൽ പേപ്പറിൽ നമുക്കുള്ളത്? കൃത്യമായിട്ടുള്ള ധാരണ വേണം.
സിലബസ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് എത്ര ദിവസത്തിനുള്ളിൽ എത്ര പോർഷൻസ് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. എവിടെയാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏത് ഭാഗങ്ങളിലൂടെ കടന്ന് നിർബന്ധമായിട്ട് നമ്മൾ പോകണം, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത വിഭാഗം ഏതാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ കിട്ടണമെങ്കിൽ സിലബസ് എന്താണ് എന്ന് വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ സെറ്റ് പരീക്ഷയുടെ പേപ്പർ 1 ജനറൽ പേപ്പറിന്റെ സിലബസിന്റെ ടൈറ്റിലാണ് ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ ഈ പേപ്പറിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ ടൈറ്റിലിൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പൊ പരീക്ഷാ ഹാളിൽ പോയിരുന്ന് സിലബസിലെ ഉള്ള യൂണിറ്റുകളിൽ അവിടെയും ഇവിടെയും ഒക്കെ തൊട്ട് തലോടി വെച്ച് BEdന് നമ്മൾ പഠിച്ചിട്ടുള്ള നോട്ട്ബുക്കുകളൊക്കെ ഒന്ന് മറച്ചു നോക്കി നമ്മൾ പരീക്ഷയ്ക്ക് പോവുകയാണ് എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന അവസ്ഥയായിരിക്കും നമുക്ക്. ഈ ചോദ്യം എനിക്കറിയാം, ഇതായിരിക്കും ആൻസർ, ബി ആയിരിക്കും ആൻസർ. ഇനി സി ആണോ, ഡി ആവാൻ സാധ്യതയില്ലേ, അല്ലല്ലോ, കൺഫ്യൂഷനായി. ഇവിടെ എന്താണ് പ്രശ്നം വരുന്നത് എങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്ത് നടന്നിട്ടില്ല, റിവിഷൻ നടന്നിട്ടില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പഠനത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് റിവിഷൻ. പഠിച്ചത് അവിടെ അടച്ചു വെച്ചിട്ട് കാര്യമില്ല, ഇടയ്ക്കൊന്ന് കൂടി തട്ടിയെടുക്കണം. അപ്പൊ റിവിഷനും പ്രാധാന്യം അറിയിക്കുന്നതാണ്. സിലബസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. എത്ര യൂണിറ്റുകളാണ് സിലബസിനുള്ളത്? സെറ്റ് എക്സാമിന്റെ പേപ്പർ 1 ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മൊത്തത്തിൽ നമുക്ക് എത്ര യൂണിറ്റുകൾ ഉണ്ട്? 6 യൂണിറ്റുകളാണ് നമുക്കുള്ളത്. അപ്പൊ ജനറൽ നോളജ്, ഈ ജനറൽ നോളജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ 3 യൂണിറ്റുകളിൽ നിന്നാണ് ജനറൽ നോളജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. യൂണിറ്റ് 1 ജനറൽ സ്റ്റഡീസ് ആണ്. 4 മൊഡ്യൂളുകളാണ് ഈ ഒരു വിഭാഗത്തിൽ വരുന്നത്. 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വിഭാഗത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. സിലബസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ബേസിക്സ് ആൻഡ് ക്ലാസ് 10th ലെവൽ. ഇതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വിഭാഗത്തിൽ നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ജനറൽ സയൻസ് എന്തൊക്കെ വരും? മാത്സ് വരും, സ്റ്റാറ്റിസ്റ്റിക്സ് വരും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ കാര്യങ്ങൾ. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. അവിടെ എക്കണോമിക്സും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഇന്ത്യൻ പൊളിറ്റിയും വരുന്നുണ്ട്. പിന്നെ ഹ്യൂമാനിറ്റീസ് ആണ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് ലിറ്ററേച്ചർ ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ മേജർ ആർട്സ് ഫോംസ് ഓഫ് ഇന്ത്യ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് 3ാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. മൊഡ്യൂൾ 4 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, കേരള സ്റ്റഡീസ്. അപ്പൊ കേരള സോഷ്യൽ റീഫോം, നാഷണൽ മൂവ്മെന്റ്സ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എവിടെ വരുന്നത്? മൊഡ്യൂൾ 4 വരുന്നത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ്, 10th ലെവൽ വരെയുള്ളതാണെന്ന് കൃത്യമായിട്ട് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അടുത്തത് യൂണിറ്റ് 2 ആണ്, ലാംഗ്വേജ് ആൻഡ് റീസണിങ്. അപ്പൊ ഇവിടെയും 4 മൊഡ്യൂളുകളാണ് വരുന്നത്. കോംപ്രിഹെൻഷൻ ആൻഡ് വൊക്കാബുലറി, ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, ന്യൂമറിക്കൽ സ്കിൽസ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആകെ ഭയങ്കരമായിട്ട് ഇതൊന്നും എനിക്ക് അറിയില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് ശീലമില്ല, അത്തരത്തിലുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ 10 വരെ +1 +2 ഒക്കെ പഠിച്ച് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ എന്തായാലും അറിയും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നിന്ന് വരുന്നത്, യൂണിറ്റ് 2 നിന്ന് വരുന്നത്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് യൂണിറ്റ് 3. സെറ്റ് എക്സാമിന്റെ സിലബസിലെ ഏറ്റവും കൂടുതൽ മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 3, കറണ്ട് അഫയേഴ്സ്. കാർഡടച്ച് വെടി വെച്ച ഒരൊറ്റ ടൈറ്റിൽ കൊടുത്തിരിക്കുകയാണ്, കറണ്ട് അഫയേഴ്സ്. അതില് ടെക്നോളജി വരുന്നുണ്ട്, എൻവയോൺമെന്റൽ ഇഷ്യൂസ് വരുന്നുണ്ട്, UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ് വരുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ഇവന്റ്സ്, പേഴ്സൺസ് ആൻഡ് അവാർഡ്, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കൾച്ചർ എന്ന് പറയുമ്പോൾ ഫിലിം, ലിറ്ററേച്ചർ, മ്യൂസിക്, പെർഫോമിംഗ് ആർട്സ് ഒക്കെ വരും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനറൽ നോളജുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അത് മാത്രമല്ല സമകാലികമായിട്ടുണ്ടാകുന്ന ഈ വിഭാഗങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ഇപ്പോ നമ്മുടെ കേരള ചലച്ചിത്ര പുരസ്കാരം, അതുപോലെ തന്നെ നാഷണൽ ഫിലിം അവാർഡ്, അത് ഓസ്കാർ അവാർഡ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ചാന്ദ്രയാൻ, അതുപോലെ തന്നെ ആദിത്യ ദൗത്യം, അത്തരത്തിലുള്ള കാര്യങ്ങൾ അടക്കം നമ്മൾ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് പുതുതായിട്ട് ഉള്ള പദ്ധതികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ബേസിക് ആയിട്ട് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ്. അതാണ് യൂണിറ്റ് 3 എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4, 5, 6 എന്നുള്ളത് BEdന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. യൂണിറ്റ് 5 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഫിലോസഫിയും സൈക്കോളജിയും ഒരുപോലെ കടന്നു വരുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളും
പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസും സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസും സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസും അതുപോലെ തന്നെ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ തുടങ്ങിയ മൊഡ്യൂളുകളാണ് യൂണിറ്റ് 4 കടന്നു വരുന്നത്. തിയറി പാർട്ടുകളാണ്. നമ്മൾ ഓൾറെഡി BEd MD കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതിൽ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പാർട്ട് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പേഴ്സണാലിറ്റി തിയറീസ് അതുപോലെ ഇന്റലിജന്റ് തിയറി ഒക്കെ കടന്നു വരുന്നത് ഇവിടെയാണ്. സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, എറിക്സന്റെയും പിയാഷെയുടെയും വൈഗോസ്കിയുടെയും ഒക്കെ തിയറികൾ കടന്നു വരുന്ന ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ ഒരു മൊഡ്യൂളാണ് യൂണിറ്റ് 4 മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ചില ഭാഗങ്ങൾ കടന്നു വരുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. യൂണിറ്റ് 5 ടീച്ചിങ് ലേണിംഗ് ഇവാലുവേഷൻ എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ കുട്ടികളോട് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് പറയാനുള്ളതാണ്, നിങ്ങൾ ഒരു ക്ലാസ് റൂമിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടും ലേണിംഗുമായി ബന്ധപ്പെട്ടും ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടിട്ടും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയാച്ചെങ്കിൽ BEd കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആയി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 5 എന്ന് പറയുന്നത്. ഇപ്പൊ ടീച്ചിങ് മെത്തേഡ്സ്, ലേണിംഗുമായി ബന്ധപ്പെട്ടുള്ള തിയറീസ് ധാരാളം വരുന്നുണ്ട്, പഠിക്കേണ്ടത് തന്നെയാണ്. പാവ്ലോവിന്റെ തിയറി ഒക്കെ നമ്മൾ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മുതലായിട്ടുള്ള തിയറികളൊക്കെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള തിയറികൾക്കൊന്നും നമ്മൾ പ്രാധാന്യം കൂടുതൽ നൽകി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവാലുവേഷൻ, ഒരു പരീക്ഷ നടത്താത്തവരായിട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാത്തവരായിട്ടോ ഇവാലുവേറ്റ് ചെയ്ത് പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കാത്തവരായിട്ടോ BEd കഴിഞ്ഞ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആ ബേസിക് ആയിട്ടുള്ള നോളജിൽ നിന്നും തന്നെയാണ് ഇവാലുവേഷൻ എന്നുള്ള മൊഡ്യൂൾ നമ്മൾ പഠിക്കേണ്ടതും ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതും. അടുത്തത് എന്താണ്? യൂണിറ്റ് 6 ആണ്. കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾ കുഞ്ഞതാണ് എന്ന് വിചാരിച്ച് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. ജാവ സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറയുന്നത് പോലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് യൂണിറ്റ് 6. യൂണിറ്റ് 6 പ്രധാനമായിട്ട് വരുന്നത് കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. 4 മൊഡ്യൂളുകളാണ് യൂണിറ്റ് 6 ഉള്ളത്. ആദ്യത്തെ മൊഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം അപ്ലിക്കേഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? പ്രോപ്പർ ആയിട്ട് ഒരു വട്ടം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് റിവിഷനും കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ് മൊഡ്യൂൾ 1 എന്നുള്ളത്. കമ്പ്യൂട്ടർ ആൻഡ് ICT, AI യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ? നമുക്കറിയാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കമ്പ്യൂട്ടർ ആൻഡ് ICT എന്നുള്ള വിഭാഗത്തിൽ നിന്ന് വരുന്നത്. കൃത്യമായിട്ട് നമുക്ക് സിലബസിൽ തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെ മുൻനിർത്തി മാത്രമാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് തന്നെ തിരിച്ചും മറിച്ചുമാണ് ഒരുവിധം എല്ലാ ചോദ്യ പേപ്പറുകളിലും ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്. അപ്പൊ റിവിഷന്റെ സമയത്ത് പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു വിഭാഗം തന്നെയാണ് കമ്പ്യൂട്ടർ ആൻഡ് ICT എന്നുള്ളത്. അടുത്തത് റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ. ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ ചിലരെല്ലാവരും PG കഴിഞ്ഞിട്ടുള്ളവരാണ് എന്ന നിലയ്ക്ക് നെറ്റ് പരീക്ഷയ്ക്കൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കുന്നവരുണ്ടാവും. അവിടെ നമ്മൾ റിസർച്ച് പഠിക്കുന്നുണ്ട്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു ബേസിൽ നിന്നുകൊണ്ട് മാത്രം ഈ ഒരു മൊഡ്യൂളിനെ നോക്കി കാണരുത്. നമ്മുടെ ടൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് റിസർച്ച് എഡ്യൂക്കേഷൻ. അപ്പൊ എഡ്യൂക്കേഷണൽ റിസർച്ചിനാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ബേസിക് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച്, പിന്നെ ടൈപ്സ് ഓഫ് റിസർച്ച് വരുന്നുണ്ട്, മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ഓഫ് ടെക്നിക്സ് ഓഫ് റിസർച്ച്, ആക്ഷൻ റിസർച്ച്, റിപ്പോർട്ടിംഗ് ഓഫ് റിസർച്ച് തുടങ്ങിയ മൊഡ്യൂളുകളാണ് സബ് ടോപ്പിക്കുകളാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി മൊഡ്യൂൾ 4 എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ കേരള എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ, അവയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യമാണ്. അതുപോലെ ഇന്റർനാഷണൽ ഏജൻസീസ് ആൻഡ് എഡ്യൂക്കേഷനും ഈ ഒരു മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് സിലബസ്? സിലബസ് എന്താണ് എന്ന് മനസ്സിലായി, മൊഡ്യൂളുകൾ എത്രയാണെന്ന് മനസ്സിലായി, യൂണിറ്റുകൾ എത്രയാണെന്ന് മനസ്സിലായി, ഏതൊക്കെ ടോപ്പിക്കുകളാണ് എന്നതിനെ പറ്റിയിട്ട് ഏകദേശം ഐഡിയ കിട്ടി. പഠിക്കാനായിട്ട് തയ്യാറായിട്ട് എടുക്കുന്ന ഒരാൾ ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് എന്താ? ഇതുപോലെ സിലബസ് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. ഇതെപ്പോഴും നിങ്ങളുടെ കയ്യിൽ വേണം. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഞാൻ പഠിച്ച ടോപ്പിക്കുകളൊക്കെ ഇതിൽ ടിക്കിട്ട് വെക്കും. എനിക്കറിയാത്ത ടോപ്പിക്കുകൾ ഉണ്ട് വെച്ചാൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് മാർക്കർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യും. എന്താ വെച്ചാൽ റിവിഷന്റെ ടൈമിൽ ആ ടോപ്പിക്ക് ഞാൻ കൂടുതലായിട്ട് നോക്കേണ്ടതായിട്ട് വരും. അപ്പൊ സിലബസ് ഒക്കെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നിങ്ങളുടെ അവസ്ഥ സ്ക്രീനിൽ കാണുന്നത് പോലെയാണോ? ഇതാണോ ടീച്ചറെ എളുപ്പമുള്ള സിലബസ് എന്നുള്ളതാണ്?
പഠിച്ചു തുടങ്ങിയാൽ എളുപ്പമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു സിലബസ് തന്നെയാണ് സെറ്റ് പരീക്ഷയുടെ സിലബസ്. 6 മൊഡ്യൂളുകൾ നമുക്കുണ്ട്. ഈ 6 മൊഡ്യൂളുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ചോദ്യം നമുക്ക് വരാറുള്ളത്. പിന്നെയും നമ്മളെ ഒന്ന് കുഴയ്ക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. സിലബസിന്റെ പുറത്തു നിന്ന് നമുക്ക് എന്തെങ്കിലും നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട് എങ്കിൽ അത് എന്തായിരിക്കും? കറണ്ട് അഫയേഴ്സ് മാത്രമായിരിക്കും. അപ്പൊ സിലബസ് എന്താണ് എന്ന് മനസ്സിലായി. ഇനി അടുത്ത ഘട്ടം എന്താണ്? സിലബസ് മനസ്സിലായി, പരീക്ഷ എന്താണെന്ന് മനസ്സിലായി, സിലബസ് എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത ഘട്ടം എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ഇന്ന് മുതൽ നമ്മൾ കൗണ്ട് ചെയ്യുകയാണ് എങ്കിൽ പരീക്ഷയ്ക്ക് ഇനി വെറും 115 ദിവസങ്ങളാണ് ഉള്ളത്. നമുക്ക് അധികം ദിവസങ്ങളില്ല, വെറും 115 ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇന്ന് മുതൽ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പൊ ഈ വൈകിയ വേളയിൽ ഇന്ന് എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക? ഇന്ന് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ തുടങ്ങിയാലോ? 115 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ ആരംഭിക്കുകയാണ്. ആ 115 ദിവസം ഇന്നടക്കം കൗണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് ഈ വൈകിയ വേളയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, വീക്കെൻഡ്സ് ആൻഡ് സ്ട്രെങ്ത്. ഒരു എ4 ഷീറ്റ് എടുക്കുക, സിലബസ് കയ്യിലെടുക്കുക, അല്ലെങ്കിൽ LBS സെന്ററിന്റെ സൈറ്റിലെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ലഭിക്കും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോ ഇതെടുത്തിട്ട് എന്ത് ചെയ്യണം? സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്? ബിഎഡിന്റെ കാലയളവിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർ സ്റ്റഡി പ്ലാനിന്റെ ഇടയിൽ നമുക്കറിയാലോ ഈ ഏരിയ എനിക്ക് ഭയങ്കര എളുപ്പമാണ്. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ ഞാനൊന്ന് കടന്നു കിട്ടും, എനിക്ക് അതിൽ നല്ല അറിവുണ്ട്. അതുപോലെ തന്നെ ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എനിക്ക് കുഴപ്പമില്ല. പക്ഷെ കേരള ഹിസ്റ്ററി എനിക്ക് ഇത്തിരി പാടാണ്. അപ്പൊ സ്ട്രെങ്തൻസ് ഞാൻ നോട്ട് ചെയ്തു, അതുപോലെ തന്നെ വീക്കെൻഡ്സും ഞാൻ നോട്ട് ചെയ്തു. വെറുതെ വീക്കെൻഡ്സ് അവിടെ എഴുതി വെച്ചാൽ പോരെ. അപ്പൊ കേരള സ്റ്റഡീസ് എന്നുള്ളത് എന്റെ വീക്കെൻഡ്സ് ആയിട്ടുള്ള ഏരിയ ആണ്, അത് വെറുതെ അവിടെ എഴുതി വെച്ചാൽ പോരെ. അതിന്റെ നേരെ എന്തും കൂടി എഴുതണം? യൂണിറ്റ് 1 മൊഡ്യൂൾ 4 എന്നുകൂടി എഴുതി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് വരികയാണ്, ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് ഞാൻ എളുപ്പത്തിൽ കടന്നു കിട്ടും. സോഷ്യൽ മൊബിലിറ്റി, കൾച്ചറൽ ഇനേർഷ്യ, അക്കൾച്ചറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ബിഎഡിന്റെ തിയറി എന്റെ മനസ്സിൽ പക്ക ക്ലിയർ ആയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു നോട്ട് എന്റെ കയ്യിലുണ്ട്, എനിക്കത് അറിയാം എന്താണ് ആ കാര്യങ്ങൾ എന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇനി അടുത്ത മൊഡ്യൂളിലേക്ക് കടക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓരോ മൊഡ്യൂളിലൂടെയും കടന്നു പോയിക്കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. പേഴ്സണാലിറ്റി തിയറീസ് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇന്റലിജൻസ് തിയറി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കൃത്യമായിട്ടുള്ള തിയറീസും അത് മുന്നോട്ട് വെച്ചത് ആരാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് വരാറുണ്ട്. അപ്പൊ സ്ട്രെങ്തൻ ഏരിയാസും വീക്കൻസ് ഏരിയാസും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. ഭൂരിഭാഗം പേരും എന്താണ് വീക്കെൻഡ്സ് ആയിട്ട് പറയുന്നത്? ഒന്ന് കറണ്ട് അഫയേഴ്സും മറ്റൊന്ന് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസും സൈക്കോളജിയുമാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് സ്ട്രെങ്തൻസും വീക്കെൻഡ്സും നിങ്ങൾ എഴുതി വെക്കണം. അതാണ് ഡേ 1 നിങ്ങളുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇതാണ്. ഒരു മണിക്കൂർ സമയം എടുത്തുകൊണ്ട് ചെയ്യണം. 10-15 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നോട്ടുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് നോക്കാനായിട്ട് പറ്റും. അതും കൂടി വേണം കേട്ടോ, ഇത് വെറുതെ എഴുതി വെക്കാനായിട്ട് പറ്റില്ല. വീക്കെൻഡ് ഏരിയ ഇതാണ് എന്ന് പറയുമ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള നോട്ട് എനിക്ക് എന്റെ കയ്യിലില്ല. ഇനി നോട്ട് ഉണ്ട്, പക്ഷെ ഇതിന്റെ തിയറി എന്താണെന്ന് എനിക്ക് വലിയ അറിവില്ല. സ്ട്രെങ്തൻ ഏരിയ ഇതാണ്. ഇപ്പോ പേഴ്സണാലിറ്റി തിയറീസ് എന്റെ സ്ട്രെങ്തൻ ഏരിയ ആണ്. ഞാൻ അന്ന് പഠിച്ചത് പ്രോപ്പർ ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടോ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി വായിച്ചു നോക്കാൻ നമ്മുടെ കയ്യിൽ നോട്ട് കാണാതെ പോയിട്ടുണ്ടെങ്കിലോ, ബിഎഡ് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനായിട്ട് നമ്മുടെ സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എക്സാം അന്നത്തെ സൈക്കോളജി എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ, അപ്പൊ അതൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടുത്തേക്ക് അടുപ്പിക്കേണ്ടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ. കൃത്യമായിട്ടുള്ള നോട്ടുകൾ നിങ്ങൾ എടുത്തു വെക്കണം. നിങ്ങളുടെ ബിഎഡ് കാലത്തെ നോട്ടുകളും ചിലവര് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്നവരുണ്ടായിരിക്കും, അതൊക്കെ ഒന്ന് അടുപ്പിക്കുക. കൃത്യമായിട്ട് സ്ട്രെങ്തൻ ഏരിയാസും വീക്കൻസ് ഏരിയാസും എഴുതുക. എഴുതി കഴിഞ്ഞിട്ടുള്ള ആ ലിസ്റ്റ് നിങ്ങളുടെ സ്റ്റഡി ടേബിളിന്റെ മീതെയോ അല്ലെങ്കിൽ തൊട്ടു മുമ്പിൽ കാണുന്ന ചുമരിന്റെ മീതെയോ ഒന്ന് ഒട്ടിച്ച് വെക്കുക. അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറിലാണ്, ഒരു ചാർട്ട് പേപ്പറിലാണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ അതെപ്പോഴും നിങ്ങളുടെ ടേബിളിൽ ഉണ്ടായിരിക്കും. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് എൻ്റെ വീക്കൻസ് ഏരിയാസിന് ഞാൻ കുറച്ചധികം എൻ്റെ സ്റ്റഡി പ്ലാനിൽ കുറച്ചധികം സമയം ഞാൻ അതിനെ സ്പെൻഡ് ചെയ്യും. കാരണം നമ്മൾ അത് വീണ്ടും ആദ്യം മുതൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ളത് ആയതുകൊണ്ട് ഞാൻ അതിന് കുറച്ച് സമയം കൂടുതലായിട്ട് കൊടുക്കും. അപ്പൊ ഡേ 115 ദിവസത്തിലെ ഡേ 1 ആയിട്ടുള്ള ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ ഇതാണ്. കൃത്യമായിട്ടുള്ള നോട്ട് കാര്യങ്ങളൊക്കെ തപ്പിയെടുത്തിട്ട് പഠിക്കാനായിട്ട് ഇന്ന് ഒരുങ്ങാനുള്ള ദിവസമാണ്. സ്ട്രെങ്തൻ ഏരിയാസും വീക്കൻസ് ഏരിയാസും ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞേ ഇനി നമ്മുടെ മുമ്പിൽ എത്ര ദിവസം ഉണ്ട്? 114 ദിവസങ്ങൾ ഉണ്ട്. എങ്ങനെ ഈ 114 ദിവസം കൊണ്ട് കൃത്യമായിട്ട് ഈ യൂണിറ്റ്, ഈ സിലബസ് മുഴുവനായിട്ട് 6 യൂണിറ്റുകൾ പഠിക്കാമെന്നും 2 ഘട്ട റിവിഷൻ നടത്താമെന്നുമാണ് അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. 114 ദിവസത്തെ പ്ലാൻ ആണ് നമ്മൾ പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് 10 days for each യൂണിറ്റ്. മൊത്തം നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ട്? എത്ര യൂണിറ്റ് ആണ് നമുക്കുള്ളത്? 6 യൂണിറ്റ് ആണ് നമുക്ക് ഉള്ളത്. ഒരു യൂണിറ്റിനെ 10 ദിവസം വെച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. സമാധാനത്തിൽ നമ്മൾ പഠിക്കുകയാണ്. കൂടുതൽ വെപ്രാളങ്ങളൊന്നും ഇല്ല. ആദ്യത്തെ ദിവസം യൂണിറ്റ് ഏത്? 1 മൊഡ്യൂൾ 1 നമ്മൾ പഠിക്കുകയാണ്. മൊഡ്യൂൾ 1 നമ്മൾ പഠിച്ച് തീർക്കുകയാണ്. ഒരു യൂണിറ്റിന് നമ്മൾ എത്ര ദിവസമാണ് കൊടുക്കുന്നത്? 10 ദിവസമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഓരോ യൂണിറ്റുകളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ ഈ 10 ദിവസത്തിന് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തിന്റെ ബേസില്? വീക്കെൻഡ് ഏരിയയുടെയും സ്ട്രെങ്തൻസ് ഏരിയയുടെയും ബേസിൽ, ആ ഒരു ടോപ്പിക്കിന്റെ ബേസിൽ ഒരു യൂണിറ്റിന് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 10 ദിവസം എങ്ങനെ വിനിയോഗിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോ എങ്ങനെയാണ്? 60 ദിവസത്തിന്റെ ഉള്ളിലാണ് 6 യൂണിറ്റ് നമ്മൾ പഠിച്ച് തീർക്കുന്നത്. ഈ 6 യൂണിറ്റ് 60 ദിവസത്തിനുള്ളിൽ പഠിച്ചു തീർക്കാം എന്ന് പറഞ്ഞത് എന്തിന്റെ ബേസിലായിരിക്കണം? നിങ്ങളുടെ വീക്കെൻഡ് ഏരിയയുടെയും സ്ട്രെങ്തൻസ് ഏരിയയുടെയും ബേസിൽ ആയിരിക്കണം നിങ്ങൾ ഒരു യൂണിറ്റിന് കൊടുക്കുന്ന 10 ദിവസത്തെ ഡിവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ പേഴ്സണാലിറ്റി തിയറി പഠിക്കാൻ ചിലർക്ക് എളുപ്പമായിരിക്കും, ചിലർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് എന്താണ്, പ്രോപ്പർ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ഈ 60 ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഈ 10 ദിവസത്തിൽ ഒരു ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് തീരുമാനിക്കേണ്ടത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. അപ്പൊ 60 ദിവസം കൊണ്ട് ഓരോ യൂണിറ്റിനും 10 ദിവസങ്ങൾ വീതം കൊടുത്തുകൊണ്ട് സിലബസ് മുഴുവനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. 114 ദിവസത്തെ പ്ലാൻ ഷെഡ്യൂളിലെ ആദ്യത്തെ 60 ദിവസം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സിലബസ് മുഴുവനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. 114 ദിവസങ്ങളിലെ 60 ദിവസങ്ങൾ നമ്മുടെ കഴിഞ്ഞു. ബാക്കി നമ്മുടെ കയ്യിൽ 54 ദിവസങ്ങളാണുള്ളത്. ഈ 54 ദിവസങ്ങൾ നമുക്ക് റിവിഷൻ ഉള്ള സമയമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പഠനത്തിന്റെ രണ്ടാമത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. റിവിഷന്റെ ആദ്യത്തെ ഘട്ടം, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റിവിഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. 30 ദിവസങ്ങളാണ് റിവിഷന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത്. അതായത് 6 യൂണിറ്റുകൾ ഉണ്ട്. ഓരോ യൂണിറ്റുകൾക്കും 5 ദിവസം വെച്ചും നമ്മൾ മാറ്റി വെച്ചാൽ 30 ദിവസം. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഒരു യൂണിറ്റ് റിവിഷൻ ചെയ്യാൻ എന്തിനാണ് 5 ദിവസം എന്നുള്ളത്? റിവിഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾ റിവൈസ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റില്ല, നമ്മൾ മറന്നു പോകും. അതുപോലെ മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ചില പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്, അതിന് നമുക്ക് കുറച്ച് സമയങ്ങൾ എടുക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും വീക്ക് ആയിട്ടുള്ള ഓരോ ഏരിയാസ് ഉണ്ടായിരിക്കുമല്ലോ, അത് നമ്മൾ തറോ ആയിട്ട് റിവിഷൻ ചെയ്യാൻ എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഓരോ യൂണിറ്റുകൾക്കും 5 ദിവസം നമ്മൾ തരുന്നത്. പേഴ്സണാലിറ്റി തിയറീസ് റിവിഷൻ ചെയ്യാൻ നിർബന്ധമായിട്ട് നിങ്ങൾ ഒരു ദിവസം എടുത്തോളൂ. കാരണം അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇന്റലിജൻസ് തിയറീസ്, സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ കേരള സ്റ്റഡീസുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കുന്ന വർഷങ്ങൾ എപ്പോഴും മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. പ്രധാനപ്പെട്ട സംഭവങ്ങൾ, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ, അവയുടെ വർഷങ്ങൾ, സംഘടനകൾ, അതിന്റെ ഫൗണ്ടർ ആര്, അല്ലെങ്കിൽ അത് സ്ഥാപിതമായിട്ടുള്ള വർഷം ഏത്. അപ്പൊ ഇതൊക്കെ പഠിക്കാനാണ് ഒരു ദിവസം നമ്മൾ ഓരോ യൂണിറ്റുകൾക്കും 5 ദിവസം നമ്മൾ തരുന്നത്. അപ്പൊ ഓരോ മൊഡ്യൂളുകൾക്കും ഓരോ ദിവസങ്ങളായിട്ട് വെച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തില് 5 ദിവസം ഓരോ യൂണിറ്റിനും നമ്മൾ കൊടുക്കുകയാണ് എങ്കിൽ 6 × 5 30 ദിവസം ആദ്യഘട്ട റിവിഷന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കും. ബാക്കി 24 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. റിവിഷന്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാം ഘട്ട റിവിഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ രണ്ടാം ഘട്ട റിവിഷനിൽ 24 ദിവസം കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ചെയ്യാനായിട്ടൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. LBS സെന്ററിന്റെ സൈറ്റിൽ പോവുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. 2016 ഏറ്റവും അവസാനമായിട്ട് സിലബസ് മാറിയത്. 2016 മുതലുള്ള 2023 വരെയുള്ള 15 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും LBS സെന്ററിന്റെ സൈറ്റിൽ തന്നെ കിടക്കുന്നുണ്ട്. എല്ലാതും ഡൗൺലോഡ് ചെയ്തെടുക്കുക. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കുമല്ലോ, കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആദ്യത്തെ ദിവസം 120 മിനിറ്റ് ഫോൺ എടുത്തിട്ട് ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ക്രോസ് ചെക്ക് ചെയ്യുക. ആൻസർ കീ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് കിട്ടാനുള്ള ആ ഒരു സൈറ്റും അതുപോലെ തന്നെ
ആൻസർ കീ കിട്ടാനുള്ള ലിങ്കും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്യാനായിട്ട് ഒരു ദിവസം എടുക്കുക, അത് പഠിക്കാനായിട്ട് പിറ്റത്തെ ദിവസത്തിന്റെ ഉച്ച വരെയുള്ള സമയം എടുക്കുക. അപ്പോൾ 1.5 days കൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനായിട്ട് പറ്റും. 15 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ 24 ദിവസം നമുക്ക് ധാരാളമാണ്. 15 ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് നമ്മൾ റിവിഷൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ പഠനത്തിന്റെ 2ാം ഘട്ടവും അവസാനിച്ചിരിക്കുന്നു. ആദ്യത്തെ 60 ദിവസങ്ങൾ കൊണ്ട് ഓരോ യൂണിറ്റിനും 10 ദിവസങ്ങൾ നൽകിക്കൊണ്ട് പഠിച്ചു. 2ാം ഘട്ടം എന്ന് പറയുന്നത് ഓരോ യൂണിറ്റിനും 5 ദിവസങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ റിവിഷൻ ചെയ്തു. ഇനി ആ റിവിഷന്റെ 2ാം ഘട്ടം എന്ന് പറയുന്നത് 24 ദിവസമാണ് നമ്മുടെ ബാക്കിയുള്ളത്. കൃത്യമായിട്ട് 15 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ആൻസർ ചെയ്ത് കടന്നു പോയാൽ പിറ്റത്തെ ദിവസം 25ാമത്തെ ദിവസം ജൂലൈ 28 ആയിരിക്കും നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോകും. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് കടന്നു പോകും? ഈ ഒരു പരീക്ഷ കടന്നു പോകും. ക്വാളിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്പൊ 115 ദിവസം ഇന്ന് മുതൽ കൗണ്ട് ചെയ്താൽ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാളെ മുതലുള്ള 114 ദിവസം കൊണ്ട് എങ്ങനെ സെറ്റിന്റെ ജനറൽ പേപ്പർ മുഴുവനായിട്ട് 2 വട്ടം റിവിഷൻ അടക്കം പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. എന്താണ് ഈ ഒരു സ്റ്റഡി പ്ലാനിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം? വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്ലാൻ തന്നെയാണ്. നമ്മുടെ മുൻപിലുള്ള 115 ദിവസങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈം തന്നെയാണ്. കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ റിസൾട്ട് വരുമ്പോൾ 2024 ജൂലൈ 28 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയും ഐ ആം ക്വാളിഫൈഡ് എന്നുള്ളത്. കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഈ സെറ്റ് നമുക്ക് സെറ്റാക്കാനായിട്ട് കഴിയും. I+ ടീം നിങ്ങൾക്ക് ഒപ്പമുണ്ട്. പേപ്പർ 1 സബ്ജക്റ്റിലെ നമുക്ക് ബോട്ടണി, കൊമേഴ്സ്, കെമിസ്ട്രി, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, മാത്സ്, മലയാളം, ഫിസിക്സ്, സൈക്കോളജി, സുവോളജി തുടങ്ങിയ സബ്ജക്റ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. I+ ടീമിന്റെ ഒപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്രോപ്പർ ആയിട്ട് സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള നോട്ടുകൾ, അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകൾ, കൃത്യമായിട്ട് ജനറൽ പേപ്പറിനെയൊക്കെ മുൻനിർത്തി പറയുകയാണെങ്കിൽ വീക്ക്ലി നടക്കുന്ന ലൈവ് സെക്ഷൻ, എല്ലാ സബ്ജക്ട് പേപ്പറുകൾക്കും ഉണ്ട് ലൈവ് സെക്ഷൻസ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ലൈവ് സെക്ഷൻസ്, അതുപോലെ തന്നെ ടെസ്റ്റുകൾ, ഓരോ യൂണിറ്റുകൾ കഴിയുമ്പോഴും നമുക്ക് എന്തുണ്ടായിരിക്കും? മൊഡ്യൂൾ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ആദ്യത്തെ 3 യൂണിറ്റ് കഴിയുമ്പോൾ മെഗാ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായിട്ട് ചോദ്യമുത്തരം, എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ മുൻകാല ചോദ്യ പേപ്പറുകളുടെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫൈനൽ ആയിട്ടുള്ള മെഗാ ടെസ്റ്റുകൾ, ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സെറ്റ് നമുക്ക് സെറ്റ് ആക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പൊ I+ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾക്ക് I+ ടീമുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാവുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. കൃത്യമായിട്ട് വിളിച്ചന്വേഷിച്ച് മോക്ക് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സ് എടുക്കാവുന്നതാണ്. പരീക്ഷ എഴുതുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ആശംസകൾ, വിജയാശംസകൾ നേടുകയാണ്. കൃത്യവും ചിട്ടയുമായിട്ടുള്ള പഠനം മാത്രമാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുക. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം. താങ്ക് യു ലേണേഴ്സ്.